ഹായ് ഫ്രണ്ട്സ്, കുറേ നാളായി ലോകം കാണണം എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ഇത്രയും ദിവസമായിട്ട് അതിനൊരു സമയം കിട്ടിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അത് പണി മുടക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്നും നോക്കിയില്ല, സിനിമ കാണാൻ ഇറങ്ങി. വൈകുന്നേരത്തെ ഷോയ്ക്കാണ് ബുക്ക് ചെയ്ത്, 7:30 ഷോയ്ക്കാണ്. നമ്മൾ അമ്മയും അച്ഛനും ഏട്ടനും മോളും കൂടിയാണ് പോകുന്നത്. 7:00 ആയതുകൊണ്ട് കുറച്ച് വൈകിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ ഏകദേശം ബത്തേരി ടൗൺ എത്താനായിട്ട് എത്തിയെന്നാണ് നമ്മൾ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നത്. മിൻറ്റ് മാൾ തിയേറ്ററിനാണ് സിനിമ കാണുന്നത്. അപ്പോൾ വണ്ടിയിൽ കുറച്ച് പെട്രോൾ കുറവായിരുന്നു, അതും കൂടെ അടിച്ച് നമ്മൾ തിയേറ്ററിലേക്ക് പോവുകയാണ്. നമ്മളിതാ തിയേറ്റർ എത്തിയിട്ടുണ്ട്. ലോകം ഇറങ്ങിയിട്ട് കുറച്ച് നാളായതുകൊണ്ട് വലിയൊരു ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞങ്ങളായിരിക്കും മിക്കവാറും ലാസ്റ്റ് കാണുന്നവർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു പോപ്കോൺ എടുത്ത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ കൊടുത്താൽ വലിയ സീനില്ലാണ്ട് നമുക്ക് സിനിമ കണ്ടിറങ്ങാം. അപ്പോൾ ഏകദേശം സിനിമ തുടങ്ങിയിരിക്കുമ്പോൾ ബാക്കി വിശേഷം കണ്ട ശേഷം. അങ്ങനെ സിനിമ കഴിഞ്ഞു. ഞങ്ങളതാ തിയേറ്ററിൽ പുറത്തിറങ്ങി ഞങ്ങളടുത്ത ഉദ്ദേശിച്ച ഫുഡ് കഴിക്കാനുള്ളതാണ്. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ സ്ഥിരം കയറാറുള്ളൊരു തട്ടുകടയാണ് ബത്തേരിയിൽ. രുചിവണ്ടി പേര് വന്നിട്ട് അടിപൊളി ഫുഡായിട്ട് ഇവിടെ. നല്ല തട്ടുകടയാണ്, നല്ല ആൾക്കാർ വരുന്നത്, എപ്പോഴും ആൾക്കാർ വരുന്നത്. നല്ലൊരു പ്ലേസാണ്, നല്ല ടേസ്റ്റിൽ ഫുഡ് കിട്ടും. പൊതുവേ തട്ടുകട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനൊക്കെ ഏകദേശം 15 ഉണ്ടാവും. ഈ സമയത്തൊക്കെ നല്ല തിരക്കാണ് ഇവിടെ. നമ്മൾ കുറേ നേരം ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് നേരം നമ്മൾ ഇരിക്കേണ്ടി വരും. എന്നാലും നമുക്ക് ഇരിക്കുന്ന ആ സമയത്തിൻ്റെ വില നമുക്ക് ആ ഫുഡിൽ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം അത്രയും ടേസ്റ്റുള്ളൊരു ഭക്ഷണമാണ്. ഞങ്ങളുടെ പൊറോട്ട, ബീഫ്, പൂരി, ബിരിയാണി, പിന്നെ ഒരു മീൻ കറി. ഞാൻ ബീഫ് കൂട്ടാത്തതുകൊണ്ട് എനിക്ക് മീൻ മേടിച്ചാണ്. മൂക്ക് പിന്നെ ബിരിയാണി, എവിടെ ചെന്നാലും ബിരിയാണി ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി മേടിച്ചെടുത്തത്. ഒരു ബിരിയാണി തിന്നില്ല, എന്നാലും മേടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളിത് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, നേരെ വീട്ടിലേക്ക്. ഏകദേശം 12 മണിയായി. പോവുക, ഉറങ്ങുക, അത് വിളിഞ്ഞൊരു പണി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.